ഗർഭിണിയായ വിവരം വീട്ടുകാർ പോലും അറിയാതെ സൂക്ഷിച്ച യുവതി ഒടുവിൽ ആരും അറിയാതെ പ്രസവിക്കുക. ഈ വിവരം പുറത്തറിയാതിരിക്കാൻ നവജാത ശിശുവിനെ അതിക്രൂരമായി കൊന്നുകളയുക. തിരുവനന്തപുരം ആര്യങ്കോട്ട് നടന്നത് സമാനതകളില്ലാത്ത കുറ്റകൃത്യം. ഗർഭിണി എന്ന വിവരം ഭർത്താവിൽ നിന്ന് പോലും മറച്ചുവെച്ചതും കുഞ്ഞിന്റെ ദേഹത്തുണ്ടായ മുറിവുകളും തുടക്കത്തിലെ പല സംശയങ്ങളും ഉയർത്തിയിരുന്നു. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം കൊലപാതകമെന്ന സ്ഥിരീകരണവും വന്നു. അമ്മ ഷംനയുടെ കൂടുതൽ മൊഴിയെടുത്തു പോലീസ്. അപ്പോഴും എന്തിന് കൊന്നു എന്ന് മാത്രം അവർ പറയുന്നില്ല. ആര്യങ്കോട്ടെ നവജാത ശിശു മരിച്ച സംഭവം ക്രൂരമായ കൊലപാതകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ കുട്ടിയുടെ മാതാവ് ഷംനയെ ആര്യൻകോട് പോലീസ് അറസ്റ്റ് ചെയ്ത് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. മണ്ഡപത്തിൻകടവ് പൂഴനാട് പ്ലാവില പുത്തൻവീട്ടിൽ അൽത്താഫ് ഷാനിന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇറച്ചിവെട്ടുകാരനും ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് അൽത്താഫ്. ഈസ്റ്റർ ദിനത്തിലെ കശാപ്പ് കഴിഞ്ഞ് ഉച്ചയോടെ വീട്ടിലെത്തുമ്പോൾ ഷംന അവശയായിരുന്നു. എന്തു പറ്റിയതാണെന്ന ചോദ്യത്തിന് വയറുവേദന എടുക്കുന്നതായി ഷംന മറുപടി പറഞ്ഞു. കലശലായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അൽത്താഫ് ഓട്ടോയുമായി എത്തി. സഹോദരിയുടെ സഹായത്തോടെ ഷംനയെ ഓട്ടോയിലിരുത്തി തുണിയെടുക്കാനായി മുറിയിലെത്തിയപ്പോഴാണ് കട്ടിലിനടിയിൽ നവജാത ശിശുവിനെ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടത്. ഷംന ഗർഭിണിയാണെന്ന വിവരം ഭർത്താവിനുൾപ്പെടെ അറിയില്ലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ഷംനയെയും കുഞ്ഞിനെയും എടുത്ത് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയായ മമൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞ് അനക്കമില്ലാത്ത നിലയിലായിരുന്നു. ഡോക്ടർമാർ പ്രാഥമിക പരിശോധനയിൽ കുഞ്ഞിന്റെ കഴുത്തിൽ മുറിവ് കാണുകയും ദുരൂഹത തോന്നുകയും ചെയ്തതോടെ കാട്ടാക്കട പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഭർത്താവിനോടും ബന്ധുക്കളോടും ആശുപത്രിയിൽ വെച്ച് തന്നെ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. രണ്ടാമത് ഗർഭിണിയായ വിവരം വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ച ഷംന പ്രസവിച്ചത് പുറത്തറിയാതിരിക്കാൻ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. അസ്വാഭാവിക മരണത്തിന് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് കൊലപാതക സാധ്യത കണ്ട് പോലീസ് കേസ് സെക്ഷൻ മാറ്റി രജിസ്റ്റർ ചെയ്തു. പ്രസവത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഷംനയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് താൻ തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിച്ചതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷംനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. താൻ ഗർഭിണിയാണെന്ന വിവരം ഭർത്താവോ വീട്ടുകാരോ അറിഞ്ഞിരുന്നില്ലെന്നാണ് ഷംന പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ഉടൻ തന്നെ ഷംനയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താലേ എന്താണ് സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാകൂ എന്ന് പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.